കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. 90 രൂപയാണച്ചാ. KSRTC ബദൽ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങി. നമസ്കാരമുണ്ട്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർ കണ്ടത് ഒന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പാണ്, മറ്റൊന്ന് റിപ്പോർട്ടർ TV-യിൽ വന്ന ഒരു വാർത്തയുടെ ചെറിയ ശകലമാണ്. രണ്ടും നമ്മുടെ KSRTCയെ പറ്റി തന്നെയാണ്. നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ 2 വ്യവസായങ്ങൾ ഒരേ സമയം നഷ്ടത്തിലായ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീ ജനങ്ങൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചതിൻ്റെ ബാക്കി പത്രമാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. KSRTCയിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് തന്നെ അതിൽ പ്രശ്നങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആ വാർത്ത കൂടെ കേട്ട് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഭംഗി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ വാർത്തയെന്ന് നമ്മുടെ പ്രേക്ഷകർ കേട്ടു നോക്കൂ. ബ്രേക്കിംഗ് KSRTC ബദൽ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം മുടങ്ങി. നേരത്തെ 2 ഘട്ടമായിട്ടാണ് ശമ്പളം നൽകിയിരുന്നത്. മാസത്തിൽ 15 വരെ ആദ്യ ഗഡുവും ശേഷം അടുത്ത ഗഡുവുമാണ് നൽകിയിരുന്നത്. ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെ ലഭിച്ചില്ല എന്ന പരാതിയാണ്. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് തൊഴിലാളികളുടെ ആശങ്ക. സംസ്ഥാനത്താകെ 3000 ബദൽ ജീവനക്കാർ KSRTCക്കുണ്ട്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, ഇപ്പോൾ തൊഴിലാളികൾ ആശങ്ക അറിയിക്കുകയാണ്, ശമ്പളം മുടങ്ങിയിരിക്കുന്നു, എന്താണ് അവർ പറയുന്നത്? അതായത് എല്ലാ മാസവും 15-ാം തീയതി വരെ ആദ്യ ഘടവും അതിനുശേഷമുള്ള ദിവസങ്ങളിലുള്ള ജോലിക്ക് 2ാം ഘടവുമായി അങ്ങനെ 2 ഘട്ടങ്ങളിലാണ് ഈ ബദലി ജീവനക്കാർക്ക് ശമ്പളം നൽകിയിരുന്നത്. എന്നാൽ ജൂൺ മാസത്തെ ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് ജീവനക്കാർ ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുന്നത്. നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു. സത്യത്തിൽ 30 ദിവസം പണിയെടുത്ത് ശമ്പളം കിട്ടുന്നില്ല എന്ന ഒരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ സങ്കടകരമായ കാര്യമാണല്ലോ. പക്ഷേ ഈ വാർത്ത വായിച്ച് കേൾക്കുമ്പോൾ ഒരു സുഖം കിട്ടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്മൃതി പരുത്തിക്കാട് തന്നെ ഇത് വായിക്കുന്നു, അല്ലെങ്കിൽ അവർക്കത് വായിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ സതീശൻ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി, പിണറായിയെ താഴെ ഇറക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിച്ച ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ സ്മൃതി പരുത്തിക്കാട്. അപ്പോൾ ഈ സതീശൻ അധികാരമേറ്റ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരം ഒരു വാർത്ത അവർക്ക് തന്നെ വായിക്കേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു നിയോഗമായിട്ട് നമുക്ക് കാണാം. എന്തായാലും കൂടുതൽ ഈ വിഷയത്തെപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുടെ കുറച്ച് ഭാഗം കൂടെ കണ്ടു കഴിഞ്ഞ് പറയാം. എവിടേക്കാണ് മാഡം? കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. സൗജന്യ യാത്രയാണ്. നന്ദി. അച്ഛാ, എവിടേക്കാണ്? കോഴിക്കോട്. 90 രൂപയാണച്ചാ. നോക്കൂ, ഈ KSRTCയിലെ സൗജന്യ പദ്ധതിയുടെ ന്യൂനതകളെ എടുത്തു കാണിക്കുന്ന നല്ല ഒരു മെസ്സേജുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഇത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരായിരിക്കണം, ബെനിഫിഷ്യറീസ് ആരായിരിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ഈ കൊച്ചു വീഡിയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ പദ്ധതി വിഭാവനം ചെയ്യുമ്പോൾ, അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ സർക്കാർ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരല്പമെങ്കിലും സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ അത് മാത്രമാണ് നടപ്പിലാക്കിയിരുന്നത്. സാധാരണ പാവപ്പെട്ടവർക്ക്, ഇതുപോലെയുള്ള വൃദ്ധജനങ്ങൾക്ക്, സൗകര്യമില്ലാത്തവർക്ക്, പാവപ്പെട്ട സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഈ പദ്ധതി നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ KSRTCക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സ്വകാര്യ ബസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ ഈ അവസ്ഥ വരില്ലായിരുന്നു. അവരും പ്രതിസന്ധി നേരിട്ട് പലരും ബസ് സർവീസ് നിർത്തിവെച്ചു എന്നുള്ള സങ്കടകരമായ അവസ്ഥയാണ്. 10,000-കണക്കിന് സ്വകാര്യ ബസ് തൊഴിലാളികൾ ഏതാണ്ട് ഇന്ന് പട്ടിണിയിലാണ്, പണിയില്ലാത്ത അവസ്ഥയിലാണ്. അവർ സർവീസ് നിർത്താൻ പോകണമെന്നാണ്. കേരളത്തിലെ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ ഇവിടെ പൊതുഗതാഗതം എന്ന് പറയുന്നത് സ്വകാര്യവും KSRTCയും കൂടെ ചേർന്നതാണെന്ന് നമുക്കറിയാം.
അപ്പോൾ ഒരു സ്ഥാപനത്തെ നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ഥാപനത്തെയും കൂടെ മുക്കി താഴ്ത്തുക, ഈ വെള്ളത്തിൽ വീഴുന്ന ഒരവസ്ഥയുണ്ടല്ലോ, മുങ്ങിച്ചാവാൻ പോകുന്ന രണ്ട് പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുടി പിടിച്ച് താഴുക എന്നുള്ള നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. പരസ്പരം രക്ഷപ്പെടാനാണ് ചെയ്യുന്നതെങ്കിലും സംഭവിക്കുന്നത് രണ്ടുപേരുടെയും ദുരന്തമായിരിക്കും. അത്തരം ഒരു കാഴ്ചയാണ് നമ്മൾ ഈ KSRTCയിലെ സൗജന്യ യാത്ര കൊണ്ട് ഇവിടെ നടപ്പിലാക്കിയത് വഴി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തീരെ ബുദ്ധിശൂന്യമായ ഒരു പരിപാടിയായിരുന്നു. ഇതൊന്നും അറിയാത്തവരല്ല ഇത് നടപ്പിലാക്കിയവർ എന്നുള്ളതാണ്. കേവലം ഭരണത്തിലെത്താൻ വോട്ട് സമ്പാദിക്കാനുള്ള ഒരു കുറുക്ക് വഴിയായി അവർ കാണിച്ചൊരു ഗിമ്മിക്കായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സർക്കാർ ജീവനക്കാരിക്ക് സാധാരണഗതിയിൽ 30,000-ന് മുകളിൽ സ്റ്റാർട്ടിംഗ് സാലറി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഒരു ബാങ്ക് ജീവനക്കാരിക്ക്, ഒരു ക്ലർക്കാണെങ്കിൽ 45,000 രൂപ ശമ്പളം കിട്ടും. അതന്നെ ഓഫീസറാണെങ്കിൽ 75,000 തൊട്ട് 85,000 രൂപ വരെ ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് ഓരോ വർഷം കഴിയും തോറും തുക കൂടിക്കൊണ്ടേയിരിക്കും. അത് 10,000-ങ്ങളും ലക്ഷങ്ങളുമായിട്ട് വർദ്ധിക്കും. അവർക്കൊക്കെ ഇത്തരം സൗജന്യങ്ങൾ നൽകണോ എന്നുള്ളത് ഈ സർക്കാർ വീണ്ടും പുനരാലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥ ബെനിഫിഷ്യറീസൊക്കെ, അർഹതപ്പെട്ടവർക്ക്, സാധാരണ ഏതെങ്കിലും കടയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരോ 15,000-നോ 20,000-നോ 10,000-നോ 5,000-നോ ഒക്കെ ജോലിക്ക് പോകുന്ന സാധാരണ തൊഴിലാളികൾ, മീൻ കച്ചവടക്കാരായ സ്ത്രീകൾ, അല്ലെങ്കിൽ സാധാരണ തെരുവോരങ്ങൾ കച്ചവടം ചെയ്യുന്നവർ, അവർക്കൊക്കെ ഈ സൗകര്യം കൊടുത്താൽ ആരും കുറ്റം പറയില്ലായിരുന്നു എന്ന് മാത്രമല്ല അഭിനന്ദിക്കുമായിരുന്നു. ഈ സർക്കാരിന് ഇത്രയും പണം കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി ബലഹീനമായ ഒരു സ്ഥാപനമായിരുന്നു KSRTC. അതിനെ വീണ്ടും ദുർബലമാക്കിയാൽ അത് എത്ര കാലം നിലനിൽക്കുമെന്നുള്ള ഒരു സാമാന്യ ബുദ്ധിയെങ്കിലും ഇവർക്ക് കാണിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ഇനിയും സമയം പോയിട്ടില്ല. തങ്ങൾക്കിങ്ങനെ ഒരു തെറ്റുപറ്റിയെന്നും അത് ഏറ്റുപറഞ്ഞ് ഈ പദ്ധതി ഇത്തരക്കാർക്ക് മാത്രമായി ചുരുക്കുന്നു എന്ന് പറഞ്ഞാൽ ആരിൽ നിന്നും ഒരു എതിർപ്പുണ്ടാകുമെന്ന് തോന്നുന്നില്ല. സമൂഹം കൈയടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സമയം ഒട്ടും തന്നെ വൈകിയിട്ടില്ല. ഭരണത്തിലിരിക്കുന്നവരെ, ഈ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി എത്രയും വേഗം ഇതിന് ഈ പദ്ധതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി യഥാർത്ഥ ബെനിഫിഷ്യറീസ്, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് മാത്രമാണ് ഈ 2 വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാകുക. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങളുണ്ടാവും, അത് കുറിക്കുക. ഒരിക്കൽ കൂടെ നന്ദി.